ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്നത് അധ്യാപകരായ നാം നിർബന്ധമായും പരിചയപ്പെടേണ്ട 3 വെബ് റിസോഴ്സുകളെക്കുറിച്ചാണ്. ഈ 3 വെബ് റിസോഴ്സുകളും നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേത് KITE വിക്ടേഴ്സ് എന്ന വെബ് റിസോഴ്സാണ്. രണ്ടാമതായി നാം പരിചയപ്പെടുന്നത് സമഗ്ര പോർട്ടലിനെ കുറിച്ചാണ്. സമഗ്ര പോർട്ടൽ. മൂന്നാമതായി നാം പരിചയപ്പെടുന്നത് സ്കൂൾ വിക്കി എന്ന റിസോഴ്സിനെ കുറിച്ചാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സൂചിപ്പിച്ചു, ഉബുണ്ടുവിൽ ആയിരുന്നു കൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാവുന്ന 3 വെബ് റിസോഴ്സുകളെ കുറിച്ചാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിനായി ആപ്ലിക്കേഷൻ മെനു ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ മെനു കിട്ടുമ്പോൾ വരുന്ന മെനുവിൽ നിന്ന് കൈറ്റ് വെബ് റിസോഴ്സ് എന്ന മെനുവിലോട്ട് വരിക. ആ മെനുവിലോട്ട് വരുമ്പോൾ 3 സബ് മെനു കാണിക്കും: കൈറ്റ് വിക്ടേഴ്സ്, സമഗ്ര, സ്കൂൾ വിക്കി. നമുക്ക് ആദ്യം കൈറ്റ് വിക്ടേഴ്സ് എന്നത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നാം കാണുന്നതാണ് വിക്ടേഴ്സ് ചാനലിൻ്റെ വെബ് റിസോഴ്സ് പോർട്ടൽ. നമുക്കെല്ലാവർക്കും വിക്ടേഴ്സ് ചാനൽ ഇന്ന് ഓൺലൈൻ ക്ലാസ്സുകളുടെ പശ്ചാത്തലത്തിൽ പരിചിതമുള്ളതാണ്. നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ തത്സമയം കാണാനുള്ള സംവിധാനവും വിക്ടേഴ്സിൻ്റെ വെബ് റിസോഴ്സ് പോർട്ടലിൽ ഉണ്ട്. ഇപ്പോൾ നാം കാണുന്ന ചിത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാം കാണുന്ന വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ തത്സമയം വിക്ടേഴ്സ് ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ക്ലാസ് ടൈമുകളിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ഈ റിസോഴ്സ് പോർട്ടൽ വഴി, അല്ലെങ്കിൽ കൈറ്റിൻ്റെ വിക്ടേഴ്സ് ചാനലിൻ്റെ ഈ റിസോഴ്സ് പോർട്ടൽ വഴി നമുക്ക് കാണാവുന്നതാണ്. സാധാരണ രീതിയിൽ നാം മൊബൈലിലൂടെ വിക്ടേഴ്സ് ചാനലിൽ പോയി ക്ലാസ്സുകൾ കാണുന്ന പതിവുണ്ട്. അല്ലെങ്കിൽ നാം വെബ്സൈറ്റുകളിലൂടെ കൈറ്റിൻ്റെ വെബ്സൈറ്റ് ടൈപ്പ് ചെയ്യുകയും അതിലൂടെയാണ് കാണുന്നത്. എന്നാൽ നമുക്ക് ഡയറക്റ്റായി തന്നെ നമുക്ക് ഉബുണ്ടുവിൽ നിന്നുകൊണ്ട് കൈറ്റിൻ്റെ വിക്ടേഴ്സ് ചാനലിൽ പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നാം പരിചയപ്പെട്ടത്. കൈറ്റിൻ്റെ വെബ് റിസോഴ്സ് പോർട്ടലിലോട്ട് നാം എത്തിക്കഴിഞ്ഞാൽ ആ സമയത്തുള്ള ലൈവ് പ്രോഗ്രാമായിരിക്കും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വലതുവശത്തായി നിലവിലുള്ള ടൈം ടേബിളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ 9 PM എന്താണെന്ന് കാണിക്കും. ടുഡേയ്സ് പ്രോഗ്രാം എന്നാണ്. നമ്മൾ വ്യൂ മോറെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ദിവസത്തെ കൃത്യമായ ഒരു പ്രോഗ്രാം ലിസ്റ്റ് നമുക്ക് താഴെ കാണാൻ സാധിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓരോ ടൈമിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് നമുക്ക് കാണാൻ സാധിക്കും. അതാത് സമയത്തുള്ള ഒരു TV പ്രോഗ്രാംസിൻ്റെ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന പ്രോഗ്രാംസിൻ്റെ ലിസ്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ രണ്ടാമതായി പരിശോധിക്കുന്നത് സമഗ്ര വെബ് റിസോഴ്സ് എങ്ങനെ എടുക്കാവുന്നതാണ്. അതിന് നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ ആപ്ലിക്കേഷൻ, കൈറ്റ് വെബ് റിസോഴ്സ്, രണ്ടാമതായി കിടക്കുന്ന മെനു സമഗ്രയിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ സമഗ്രയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഓപ്പണായി വന്നത് സമഗ്രയുടെ ഹോം പേജ് ഓപ്പണായി വന്നത് കാണാൻ സാധിക്കും. ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ മുൻ ട്യൂട്ടോറിയൽ നമ്മൾ പരിചയപ്പെട്ടത് ടെക്സ്റ്റ് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്യാൻ ഈ ലിങ്കാണ് ക്ലിക്ക് ചെയ്തത്. അതിന് താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻ പൂൾ എന്നൊരു സെക്ഷനുണ്ട്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് മറ്റൊരു ടാബ് കാണാൻ സാധിക്കുന്നുണ്ട്, ഈ റിസോഴ്സ് എന്ന് പറയുന്ന ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജ് ഓപ്പണായി വന്നു. അപ്പോൾ നമുക്കിവിടെ നിലവിൽ സമഗ്രയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ചില റിസോഴ്സുകൾ എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ റിസോഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ മീഡിയം, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ എന്നുള്ള മീഡിയം ഇവിടെ ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള മീഡിയം സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന മീഡിയം സെലക്ട് ചെയ്യുന്നു. തൊട്ട് താഴെ സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഒരു ക്ലാസ് സെലക്ട് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിനും റിസോഴ്സുകൾ അവൈലബിൾ ആകണമെന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റാൻഡേർഡ് 6 ക്ലിക്ക് ചെയ്യുന്നു. തൊട്ട് താഴെ നമുക്ക് സബ്ജക്റ്റുകളുണ്ട്. സ്റ്റാൻഡേർഡ് 6മായി ബന്ധപ്പെട്ട ഏത് സബ്ജക്റ്റാണ്, ബേസിക് സയൻസ് ആണെങ്കിൽ നമുക്ക് ബേസിക് സയൻസ് ക്ലിക്ക് ചെയ്യാം. തൊട്ട് താഴെ നമ്മൾ സെലക്ട് ചെയ്ത സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്റേഴ്സ്
വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു ചാപ്റ്റർ സെലക്ട് ചെയ്യണം. ചാപ്റ്റർ സെലക്ട് ചെയ്തതിനു ശേഷം തൊട്ട് താഴെ സബ്മിറ്റ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോ വീഡിയോസ് എന്നാണ് കാണുന്നത്. അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇവിടെ നിലവിൽ അതിന് വീഡിയോസ് അവൈലബിൾ അല്ല എന്നാണ്. സമഗ്രയുടെ ഹോം പേജിൽ ഇവിടെ ലോഗിൻ സൈൻ അപ്പ് എന്നൊക്കെ കാണാൻ സാധിക്കും. അതായത് എങ്ങനെയാണ് സമഗ്രയിൽ പുതുതായിട്ടൊരു അക്കൗണ്ട് എടുക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ള നമ്മൾ പുതിയൊരു വീഡിയോയിൽ നമ്മൾ പ്രത്യേകം പരിചയപ്പെടുന്നുണ്ട്. നാം നോക്കുന്ന വെബ് റിസോഴ്സ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ കൈറ്റ് വെബ് റിസോഴ്സ് സ്കൂൾ വിക്കി എന്ന. സ്കൂൾ വിക്കിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നാം എത്തുന്നത് സ്കൂൾ വിക്കിയുടെ ഹോം പേജിലാണ്. ഇപ്പോൾ നാം കാണുന്നത് സ്കൂൾ വിക്കിയുടെ ഹോം പേജിലാണ്. ഇവിടെ നാം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വിശദീകരണം കൊടുത്ത് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളുടെയും സഹകരണത്തോടെ സൃഷ്ടിക്കുന്ന ഒരു വിജ്ഞാനകോശമാണ് സ്കൂൾ വിക്കി. അതായത് ഏകദേശം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള എല്ലാ സ്കൂളുകളുടെയും സൃഷ്ടിപരമായ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സ്കൂൾ വിക്കിയിൽ എല്ലാവരും അവരുടെ സ്കൂൾ ലോഗിൻ വഴി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിലവിൽ സ്കൂൾ വിക്കിയിൽ 83,178 ലേഖനങ്ങളുണ്ട്. 34,894 ഉപയോക്താക്കളുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ സ്കൂളിൽ നമുക്ക് നിലവിൽ മെമ്പർഷിപ്പ് എടുത്തില്ല എങ്കിൽ നമുക്ക് സ്കൂൾ വിക്കിയിൽ അംഗത്വം എടുക്കാൻ സാധിക്കും. അതിനായി ഇവിടെ വലതുവശത്തായിട്ട് അംഗത്വം എടുക്കുക എന്നുള്ളൊരിതുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോമാറ്റ് വരും. നമ്മളതിൽ നമ്മുടെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്കൂൾ വിക്കിയിൽ ഒരു രജിസ്റ്റേർഡ് മെമ്പർ ആകാൻ സാധിക്കും. കൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സ്കൂൾ വിക്കിലൂടെ നമുക്ക് നമ്മുടെ വിദ്യാലയങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. ഉദാഹരണത്തിന് ഇവിടെ ഇടതുവശത്തായി വിദ്യാലയങ്ങൾ എന്നൊരു ലിങ്കുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വിദ്യാലയ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ റവന്യൂ ജില്ലാതലത്തിലുള്ള ലിസ്റ്റ്, വിദ്യാഭ്യാസ ജില്ല, ഇങ്ങനെ ഒരു സ്കൂളുകളുടെ ഡീറ്റെയിൽസ്. ഉദാഹരണത്തിന് നമുക്ക് തിരുവനന്തപുരം റവന്യൂ ജില്ലയിലുള്ള സ്കൂളുകളുടെ ലിസ്റ്റാണ് വേണ്ടതെങ്കിൽ നമ്മൾ തിരുവനന്തപുരം ക്ലിക്ക് ചെയ്യുക. തിരുവനന്തപുരം ക്ലിക്ക് ചെയ്യുമ്പോൾ തിരുവനന്തപുരം നമ്മൾ ക്ലിക്ക് ചെയ്യും, ജില്ല ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ജില്ലയിലുള്ള ഉപജില്ലകൾ നമുക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും. ഉദാഹരണത്തിന് നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാലയങ്ങൾ LP സ്കൂളുകൾ 835, UP സ്കൂൾ 350, അങ്ങനെ ജില്ലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു വിവരണം നമുക്ക് വലതുവശത്തായി കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ഒരു പ്രത്യേക ഒരു സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണമെങ്കിൽ നമ്മൾ ആ ജില്ല സെലക്ട് ചെയ്തിട്ട് സബ് ജില്ല സെലക്ട് ചെയ്യുക. നമ്മളിവിടെ LMS LPS ആമരവിള എന്നൊരു സ്കൂളാണ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കാറ്റഗറി വൈസിലാണ് കൊടുത്തിട്ടുള്ള അപ്പർ പ്രൈമറി വിദ്യാലയങ്ങൾ, ലോവർ പ്രൈമറി വിദ്യാലയങ്ങൾ. അപ്പോൾ നമ്മുടെ ഞാൻ നെയ്യാറ്റിങ്കര സബ് ജില്ലയാണ് കൊടുത്തത്. അവിടെ ഉദാഹരണത്തിന് LMS LPS അമരവിളയാണ്. നമുക്ക് ആ സ്കൂളിൻ്റെ ഡീറ്റെയിൽസാണ് അറിയേണ്ടതെങ്കിൽ നമ്മളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നാം LMS LPS അമരവിള എന്ന സ്കൂളിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ചത് ആ സ്കൂളിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ സ്ഥാപിതമായത് എൻ്റെ സ്കൂൾ കോഡ്, സ്കൂളിൻ്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ, സ്കൂളിൻ്റെ ഇമെയിൽ, അങ്ങനെ കുട്ടികളുടെ എണ്ണം, പെൺകുട്ടികളുടെ എണ്ണം, ആകെ വിദ്യാർത്ഥികളുടെ എണ്ണം, ഇങ്ങനെ നമുക്കൊരു സ്കൂളിൻ്റെ സമഗ്രമായ ഡീറ്റെയിൽസൊക്കെ നമുക്ക് സ്കൂൾ വിക്കിയിലൂടെ കാണാൻ സാധിക്കും. സ്കൂൾ വിക്കിയിലൂടെ നമുക്ക് ഓരോ സ്കൂളുകാരും അപ്ലോഡ് ചെയ്ത ഡീറ്റെയിൽസും എല്ലാം നമുക്ക് സ്കൂൾ വിക്കിയിലൂടെ കാണാൻ സാധിക്കും. പൊതുവിദ്യാലയങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് സ്കൂൾ വിക്കിയിലൂടെ അറിയാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും സ്കൂൾ വിക്കി നന്നായിട്ടൊന്ന് പരിചയപ്പെടണം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും നമ്മുടെ അധ്യാപകരായ നാം ഈ 3 വെബ് റിസോഴ്സസ് പോർട്ടലുകളും നമ്മൾ പരിചയപ്പെടണം. ഒന്നാമതായി നാം കൈറ്റിൻ്റെ വെബ് റിസോഴ്സ് പോർട്ടൽ പരിചയപ്പെട്ടു. രണ്ടാമതായി നാം സമഗ്ര എന്ന പോർട്ടൽ പരിചയപ്പെട്ടു. മൂന്നാമത് സ്കൂൾ വിക്കി. ഈ 3 പോർട്ടലുകളും നമുക്ക് സാധാരണ രീതിയിൽ ഗൂഗിൾ വഴി നമ്മൾ അതിൻ്റെ അഡ്രസ്സ് കൊടുത്ത് നമ്മൾ തിരഞ്ഞ് ആ സൈറ്റിലോട്ടാണ് പോകുന്നത് സാധാരണ രീതിയിൽ. പക്ഷേ നമുക്ക് ഉബുണ്ടുവിലൂടെ വളരെ എളുപ്പത്തിൽ പോകാമെന്നാണ് നാം മനസ്സിലാക്കിയത്. അപ്രകാരം നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ആപ്ലിക്കേഷൻ മെനുവിൽ കൈറ്റ് വെബ് റിസോഴ്സ് എന്ന മെനുവിലൂടെ ഈ 3 വെബ് റിസോഴ്സ് പോർട്ടലുകളിലും പോകണം. കാരണം നാം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ പതിവായി കാണുന്നതും മനസ്സിലാക്കുന്നതും ചെയ്യേണ്ട ക്ലാസ്സുകൾ കാണാൻ വേണ്ടി നമുക്ക് ഈ കൈറ്റിൻ്റെ വെബ് റിസോഴ്സ് പോർട്ടൽ ഉപയോഗിക്കാം. ഇന്നത്തെ ട്യൂട്ടോറിയൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
ICTയിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ആക്കുക. വീണ്ടും മറ്റൊരു ട്യൂട്ടോറിയലായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.